ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിന്റെ ചരിത്രം എന്നുള്ള വിഷയത്തെക്കുറിച്ച്. നമുക്കറിയാം, ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമായി മ്യൂച്വൽ ഫണ്ട് വളർന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 4 ഘട്ടമായിട്ടാണ് ഇതിന്റെ വളർച്ച നമുക്ക് പറയാൻ സാധിക്കുക. 1963 തൊട്ട് 87 കാലഘട്ടത്തിൽ 1963 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നാണ് ഇത് സ്ഥാപിച്ചതെന്നുള്ളത്. ഇത് ജനങ്ങളുടെ ഇടയിലെ നിക്ഷേപശീലം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് സ്ഥാപിച്ചത്. US64 എന്നുള്ള ഒരു പദ്ധതി അന്ന് ജനപ്രിയമാകുകയും ചെയ്തു. രണ്ടാം ഘട്ടം 1987 മുതൽ 1993 വരെയുള്ള കാലഘട്ടമാണ്. ഇവിടെ പൊതുമേഖല ബാങ്കുകളും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതാണ്. SBI, കനറ ബാങ്ക്, GIC, LIC ഇതിൽ പെടുന്നതാണ്. ഇത് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വളർച്ച കൂടുതലാക്കുകയും ചെയ്തു. മൂന്നാം ഘട്ടം 1993 മുതൽ 2003 വരെയാണ്. ഇവിടെ SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരികയും നിക്ഷേപകരുടെ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ ഇതിന്റെ റെഗുലേഷനും നല്ല കർശനമാക്കി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് കമ്പനികളും ഫോറിൻ കമ്പനികളും ഈ മേഖലയിലേക്ക് കടന്നു വരികയും നിരവധി നിക്ഷേപ ഓപ്ഷനുകൾ നിക്ഷേപകർക്ക് ലഭ്യമാകുകയും ചെയ്തു. നാലാം ഘട്ടം 2003 മുതൽ ഇന്ന് വരെയുള്ള ഘട്ടം. ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നത് SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇത് ചെറുകിട നിക്ഷേപകർക്ക് പോലും മ്യൂച്വൽ ഫണ്ടിലേക്ക് കടന്നു വരുവാൻ പ്രാപ്തരാക്കിയുള്ള ഒരു നിക്ഷേപ ടൂളായിട്ട് മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് ജനങ്ങളെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗമാകാൻ ഹെൽപ്ഫുൾ ആകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ചെറിയ രീതിയിലുള്ള തുടക്കം മുതൽ വിശ്വാസയോഗ്യമായിട്ട് ഒരു സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്ന സമ്പത്ത് വെൽത്ത് ക്രിയേഷൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതുള്ളൂ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.